ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചേ പറ്റൂ. എന്തെങ്കിലും ചെയ്ത് ആദിശേഷനെ തടയണം എനിക്ക്. ഞാനിപ്പോ കൈകെട്ടിയിരുന്നാൽ പിന്നീട് ഒരിക്കലും ആദിശേഷനെ എനിക്ക് കിട്ടില്ല. എനിക്ക് നാഗലോകത്തിന്റെ യുവറാണിയാകാൻ പറ്റില്ല. ഇല്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ആദിശേഷനെയും വേണം, നാഗലോകത്തിന്റെ മഹാറാണി എന്ന പട്ടവും വേണം. ഞാൻ ആദിശേഷനെ പ്രാപിക്കുക തന്നെ ചെയ്യും. ആദിശേഷ, നിക്ക്. നീ എങ്ങോട്ട് പോകാൻ പാടില്ല. നീ എന്റേതാണ്. നമ്മളാണ് ഒന്നാവേണ്ടത്. നീ ശിവാനിയല്ല, എന്നെ ചതിക്കാൻ വേണ്ടി വന്ന മായാവിയാണ്. ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ ശിവാനി അമ്പലത്തിൽ എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവളുടെ ശബ്ദവും എനിക്ക് ശ്രവിക്കാം. ഇല്ല ആദിശേഷ, അവളാണ് മായാവി. ഞാനാണ് യഥാർത്ഥ ശിവാനി. നമ്മളാണ് ഒന്നാകേണ്ടത്. അവളെ മറന്നേക്കോ ആദിശേഷ. ഞങ്ങളുടേത് മറക്കുന്ന സ്നേഹമല്ല, വളരുന്ന സ്നേഹമാണ്. വെറുതെ എന്റെ മുന്നിൽ തടസ്സം നിൽക്കരുത്. പോകൂ ഇവിടെ നിന്ന്. കടന്നു പോകാൻ. ആദിശേഷ, നീയോ? ഞാൻ തന്നെ. നിന്റെ സ്നേഹം നേടാനായി വന്ന മായാങ്കന തന്നെ. നീ ഇവിടേക്ക് എങ്ങനെയാണ് എത്തിയത്? 23 വർഷം നിന്നെ മാത്രം ഓർത്ത് കാലം കഴിച്ചു കൂട്ടി. നിന്റെ മറുജന്മത്തെ പറ്റി അറിഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. എന്തിനു വന്നു എന്ന് പറയും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് തന്നെ അറിയാമല്ലോ. കാമുകനുണ്ടെങ്കിൽ കാമുകിയും ഉണ്ടാകുമല്ലോ. ആരാണ് കാമുകൻ? ആരാണ് കാമുകി? എന്താണ് ആദിശേഷ, നീ പഴയതെല്ലാം മറന്നുപോയോ? മറക്കാൻ കഴിയുന്നതാണോ എന്റെ സ്നേഹം? ആ സ്നേഹത്തെ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ തിരസ്കരിച്ചതല്ലേ? എന്റെ സ്നേഹം മനസ്സിലാക്കാതെ നീ തിരസ്കരിക്കുകയല്ലേ ചെയ്തത്? എന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. നിന്റെ സ്നേഹം വെറും കള്ളം മാത്രം. എന്താണ് കള്ളം? നിന്നെ സ്നേഹിച്ചത് കള്ളമാണോ? നിന്നോട് ഞാൻ എന്റെ പ്രണയം അഭ്യർത്ഥിച്ചതും കള്ളമാണോ? നിനക്ക് 23 വർഷം വേദന അനുഭവിച്ചതും കള്ളമാണോ? ഓരോ നിമിഷവും ഓരോ ദിവസവും നിന്നെ ഓർത്ത് വേദനിക്കുകയായിരുന്നു. അറിയോ നിനക്ക്? അറിയോന്ന്? നാഗലോകത്ത് വെച്ച് നിന്റെ സ്നേഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിച്ചു. എന്റെ പ്രണയം തിരസ്കരിച്ച് നീ അവളുടെ പ്രണയം സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് നീ എന്താണ് നേടിയത്? നിന്റെ മരണം. എന്നിട്ടും നീ ആ ശിവാനിയുടെ കപട സ്നേഹത്തെ പിന്തുടർന്നു. മായ, അവളുടെ സ്നേഹത്തെ എങ്ങനെ പരിഹസിക്കാൻ നിൽക്കരുത്. അവളുടെ സ്നേഹം എന്താണെന്ന് നിനക്കറിയില്ല. ശിവാനിയുടെ സ്നേഹം തികച്ചും യഥാർത്ഥമാണ്. കള്ളം. അവളുടേത് കപടമായ സ്നേഹമാണ്. അവള് നിന്റെ ജീവിതത്തിലെ സുഖസന്തോഷങ്ങൾ പറിച്ചെറിഞ്ഞവളാണ്. എന്റെ സ്നേഹത്തെ തിരസ്കരിച്ച് അവളുടെ സ്നേഹം നീ സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് നീ നേടിയെടുത്തത് എന്താ? നിന്റെ മരണം. നീ അന്ന് എന്റെ സ്നേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ നിന്റെ പ്രാണൻ പോകില്ലായിരുന്നു.
നീ എന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ശിവാനിയുമായി ഗാന്ധർവ വിവാഹത്തിന് പോയി. നിന്റെ പ്രാണന് നഷ്ടമായി. അവളാണ് നിന്റെ മരണത്തിന് കാരണം. അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ശിവാനിയുടെ അരികിൽ നിന്നും നാഗമാണിക്യം സംരക്ഷിക്കാൻ പോയവനാണ് ഞാൻ. ആ ദുഷ്ടന്മാരായ മനുഷ്യരുടെ ചതിയിൽപ്പെട്ട് എന്റെ ശ്വാസം നിലച്ചു. ഇതിൽ ശിവാനിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്താണ് ആദിശേഷ? ശിവാനിയുടെ മേൽ നിനക്ക് ഇത്രയ്ക്ക് കരുണ തോന്ന്? ഇത് കരുണയല്ല, ഇതാണ് സത്യം. എന്റെ പ്രണയം, എന്റെ ആത്മാവിൽ അവളുടെ സ്നേഹം ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. അവൾക്കായി ഞാനും, എനിക്കായി അവളും. ആദിശേഷ, നാഗലോകത്തിൽ വെച്ച് നീ എന്റെ പ്രണയം തിരസ്കരിച്ചു. നിന്നെ തിരഞ്ഞാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോഴെങ്കിലും നീ എന്റെ പ്രണയം തിരസ്കരിക്കരുത്. എന്നെ നീ സ്വീകരിക്ക. ഞാൻ ഒരു നിമിഷം പോലും നിന്നെ ആഗ്രഹിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടുമില്ല. പിന്നെ സ്വീകരിക്കുക എങ്ങനെ സാധ്യമാകും? ഇത്രയും ദിവസം സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ സ്നേഹിക്ക. ഞാൻ നിനക്കായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പുനർജന്മം എടുത്തത് തന്നെ ശിവാനിക്ക് വേണ്ടിയാ. എനിക്കായി എന്റെ ശിവാനി അമ്പലത്തിൽ തന്നെ കാത്തിരിക്കുന്നുമുണ്ട്. സാക്ഷാൽ മഹാദേവന്റെ കാലടി, മഹാദേവന്റെ ആജ്ഞ എനിക്ക് കിട്ടിയിരുന്നു. അവളെ കാണാനായി എനിക്ക് പോയേ തീരൂ. ആദിശേഷ, എന്നെ വിട്ടു പോകരുത്. നിന്നെ ഞാൻ എന്നെ വിട്ടു പോകാൻ അനുവദിക്കില്ല. എന്റെയും ശിവാനിയുടെയും സ്നേഹത്തിന് നടുവിൽ ആർക്കും വരാൻ സാധിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം സ്വർഗത്തിൽ തന്നെ വെച്ച് നിശ്ചയിക്കപ്പെട്ടതാണ്. ആ ദൈവം തന്നെ ഞങ്ങളുടെ തലവരെ എഴുതി വീണ്ടും ഇവിടേക്ക് അയച്ചതാണ്. വേണ്ട ആദിശേഷ, എന്നെ വിട്ടു പോകരുത്. മായാങ്കനെ, നീ ബലമായി സ്നേഹത്തെ പിടിച്ചു പറിക്കാൻ നോക്കുകയാണ്. ലഭിക്കാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ വാശി കാണിക്കരുത്. നീയാണിപ്പോൾ വാശി പിടിക്കുന്നത്. ഈ വാശി കൊണ്ട് നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു പിടിക്കാൻ നിനക്ക് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. എന്റെ കാലിൽ നിന്ന് വിടൂ. നീ എത്ര തന്നെ അപേക്ഷിച്ചാലും കാര്യമില്ല. ഈ ഹൃദയം ഇടിക്കുന്നത് പോലും എന്റെ ശിവാനിക്ക് വേണ്ടി മാത്രമാ. ആദിശേഷ, ശിവാനി, 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 അവൾ എന്ത് കൂടോത്രമാണോ ചെയ്തത്? ഇത്രയായിട്ട് നീ എന്റെ പ്രണയം എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? എന്നിൽ എന്ത് കുറവാണുള്ളത്? ആത്മാർത്ഥ സ്നേഹം അത് നിനക്കില്ല. അതെന്നിലുമുണ്ട്. നീ അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രം. മായാങ്കനെ, നിന്നെക്കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? എനിക്കെല്ലാം തന്നെ അറിയാം. നിനക്ക് എന്തറിയാം എന്നെ പറ്റി? നാഗമാണിക്യം അപഹരിച്ച ദുഷ്ടന്മാർക്ക് പരോക്ഷമായി സഹായം ചെയ്തു കൊടുത്തത് നീയാണ്. ഇത്രയും വർഷം പറയാതെ വിട്ടുപോയ കഥ ഞാനിപ്പോൾ പറയാം, നീ കേൾക്ക്. നാഗമാണിക്യമുള്ള സ്ഥലത്തിന്റെ രൂപരേഖ നിർമ്മിക്കുവാൻ നീയാണ് അവരെ സഹായിച്ചത്. ആ രൂപരേഖ ഉപയോഗിച്ചാണ് ആ ദുഷ്ടന്മാർ നാഗമാണിക്യമുള്ള സ്ഥലത്തേക്ക് വന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ത്രികാല ഗുരുദേവൻ അറിയാമായിരുന്നു. ത്രികാല ഗുരുദേവൻ നിന്നെ ദിഗ്ബന്ധനത്തിൽ വെച്ചതും ഇതേ കാരണത്താൽ തന്നെ. നീ ചെയ്തു പോയ തെറ്റിന് അതാണ് ശിക്ഷ. നീ ദുഷ്ടന്മാരുടെ സഹായത്തിന് നിൽക്കുന്ന വിഷയം എന്റെ ശ്രദ്ധയിൽ അന്ന് തന്നെ പെട്ടിരുന്നു. എന്നാൽ എനിക്ക് ഒരു പെണ്ണിന്റെ മേൽ പ്രഹരമേൽപ്പിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ വെറുതെ വിട്ടത്. എന്നാൽ നീ തന്നെ നാഗമാണിക്യം അപഹരിക്കുന്നതിനുള്ള കാരണമായി. അതിശേഷ, പഴയതൊക്കെ എന്തിനാ നീ പറയുന്നത്? ഞാൻ നാഗമാണിക്യം തിരിച്ചു പിടിക്കുവാനായി നിന്നെ സഹായിക്കാം. എന്റെ പ്രണയം നീ സ്വീകരിക്ക. അത് തികച്ചും അസാധ്യമാണ്. ശിവാനിയുടെ സ്നേഹം തിരസ്കരിച്ച് നിന്റെ സ്നേഹത്തെ സ്വീകരിക്കുവാൻ എനിക്കൊരിക്കലും സാധ്യമല്ല. സമ്മതിക്കാതെ ഞാൻ നിന്നെ ഇവിടെ നിന്നും വിടില്ല. നിന്നെ എനിക്ക് വേണം. നീ എന്റേത് മാത്രം. ഈ
എന്നെ തന്നെ തടയാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? ഞാനും ശക്തിശാലിയാ. 23 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് ശക്തികൾ സമ്പാദിച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ടായാലും ശരി, നിന്നെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ. മായാങ്കനെ, ഞാൻ പറയുന്നത് അനുസരിക്കൂ. വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീ. ഞാൻ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം നിന്നെ വെറുതെ വിട്ടത്. പക്ഷെ നീ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിന്നെ ഒരു പാഠം പഠിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴി എന്റെ മുന്നിലില്ല. ഞാനും ശിവാനിയും തമ്മിൽ ചേരുന്നതുവരെ നിന്റെ ഒരു തരത്തിലുള്ള ശക്തികളും ഇനി ഫലിക്കാൻ പോകുന്നില്ല. നിനക്കുള്ള ശിക്ഷയും ഇത് തന്നെയാണ്. ഇതെന്താ ഇത്? വല്ലാതെ കാറ്റ് വീശുന്നുണ്ടല്ലോ. ദീപങ്ങളെല്ലാം അണഞ്ഞു പോയിരിക്കുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ആദിശേഷൻ വരില്ല എന്നുള്ളതിന്റെ സൂചനയാണോ? എന്റെ പൂജ ഫലം കണ്ടില്ല എന്നുള്ളതിന്റെ തെളിവാണോ? എന്താ ഇത്? ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നല്ലോ. കൊടുങ്കാറ്റ് ശാന്തമായി തണുത്തു വരുന്നുണ്ടല്ലോ. ചാറ്റൽ മഴയും പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഭൂമി പച്ച പുതയ്ക്കുകയാണെന്ന് തോന്നുന്നു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോ എന്റെ ആദിശേഷൻ വരുന്നുണ്ടോ? ഞങ്ങളുടെ സംഗമത്തിന് പഞ്ചഭൂതങ്ങൾ സാക്ഷിയാകുകയാണോ? വരൂ ആദിശേഷ, വരൂ. നിനക്ക് വേണ്ടി നിന്റെ ശിവാനി കാത്തിരിക്കുകയാണ്. വരൂ ആദിശേഷ, പെട്ടെന്ന് വരൂ. ഇത്രയും വർഷങ്ങളായി ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ ഹൃദയത്തിൽ നീ ശാശ്വതമായി നിലകൊള്ളാൻ പോകുന്ന ദിവസമാണിന്ന്. വേഗം വന്നാലോ ആദിശേഷ. ആദിശേഷ, നീ വരുന്നത് വരേക്കും ഞാൻ ശിവപൂജ നിർത്തുകയില്ല. ആ മഹാദേവൻ സംതൃപ്തനാകുന്നത് വരെ ഞാൻ ഈ പൂജ തുടർന്നുകൊണ്ടേയിരിക്കും.
മുതലാളി, നമുക്കിനി സമയം ഒട്ടും ബാക്കിയില്ല. സൂര്യനാണെങ്കിൽ അസ്തമിക്കാറുമായി. ഇത് എവിടെ ഈ അമ്പലം? കാടിനുള്ളിലാണെന്ന് മാത്രമേ എനിക്കറിയൂ നന്ദീശ. ഈ കാട്ടിൽ നിന്ന് തെരഞ്ഞു കിട്ടുമെന്നാണോ? ആവേശം കെടുത്താതടാ. ആ അമ്പലം കണ്ടുപിടിക്കാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇത് എല്ലാവരുടെയും ജീവന്റെ പ്രശ്നമാണ്. സാംബശിവന്റെ ഗതി നമുക്ക് ആർക്കും വരാൻ പാടില്ല. നടക്ക്, വേഗം പോകാം. നിന്നേ, ഇങ്ങോട്ടൊരാള് വരുന്നുണ്ട്. അയാളോട് ചോദിക്കട്ടെ. ചേട്ടാ ചേട്ടാ, ഈ ശിവന്റെ അമ്പലം ഇവിടെ അടുത്ത് എവിടെയാ? മോഹിനാസിക്ക്. ഇതേത് ഭാഷയാടാ? ഇത് കിൽക്കി ഭാഷയാ. ഏയ്, ഈ ഭാഷ നിനക്കെങ്ങനെ അറിയാടാ? ഇവരുടെ വർഗത്തിൽപ്പെട്ടൊരു പെണ്ണിനെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് പഠിച്ചെടുത്താ. ദാ, നിന്റെ കഥ നിർത്തിയിട്ട് അവൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ പറ. അറിയാവുന്ന പറഞ്ഞത്. അതാദ്യം ചോദിക്കണ്ടായിരുന്നോ? ഇവിടെ എവിടെ അമ്പലം? ഉംൃഹത്ത് ഉമനുഹസ് അങ്റോയ് അങ് ശിവലാദ. ഈ വഴി പോകണമെന്നാ പറയുന്നത്. എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കേ. മൂവായി ജൻബാലോ. 3 കിലോമീറ്റർ. ഇന്നത്തോടെ ആദിശേഷന്റെയും നാഗറാണിയുടെയും കഥ അവസാനിച്ചു. നന്ദീശ, വാ എന്റെ കൂടെ. ആദിശേഷ, ഞാനാണ് നിന്റെ ആദിശേഷൻ.